പ്രീമിയർ ലീഗിലെ പുത്തൻ താരോദയമായി മലപ്പുറത്തുകാരൻ വിഘ്നേഷ് പുത്തൂർ. ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ രോഹിത് ശർമ്മയ്ക്ക് പകരം ഇമ്പാക്ട് പ്ലെയറായി എത്തിയ വിഘ്നേഷ് മുംബൈ ഇന്ത്യൻസിന് വേണ്ടി 3 വിക്കറ്റുകളാണ് അനായാസം വീഴ്ത്തിയത്. 26 പന്തിൽ 53 റൺസ് എടുത്ത് മിന്നും ഫോമിൽ നിന്ന നായകൻ ഋതുരാജ് ഗെയ്ക്വാദിനെ വീഴ്ത്തിയാണ് വിഘ്നേഷ് വിക്കറ്റ് നേടിയത്. ശിവം ദുബെയെയും ദീപക് ഹൂഡയെയും പുറത്താക്കിയാണ് താരം കാണികളെ അമ്പരപ്പിച്ചത്. 4 ഓവറിൽ 32 റൺസ് വിട്ടുകൊടുത്താണ് താരം 3 വിക്കറ്റ് സ്വന്തമാക്കിയത്. ചെന്നൈയെ ഓപ്പണർ രജിൻ രവീന്ദ്രയും ഋതുരാജ് ഗെയ്ക്വാദും ചേർന്ന് അനായാസ വിജയത്തിലേക്ക് നയിക്കുന്നതിനിടയിലാണ് വിഘ്നേഷ് പുത്തൂർ തന്റെ കന്നി മത്സരം ചരിത്രമായി മാറ്റിയത്. മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശി ഓട്ടോ ഡ്രൈവറായ സുനിൽ കുമാറിന്റെയും ബിന്ദുവിന്റെയും മകനാണ് വിഘ്നേഷ്. കേരളത്തിനായി സീനിയർ ലെവലിൽ പോലും കളിച്ചിട്ടില്ലാത്ത വിഘ്നേഷിനെ കേരള ക്രിക്കറ്റ് ലീഗിൽ ആലപ്പി റിപ്പിൾസിനായി നടത്തിയ പ്രകടനം കണ്ടാണ് മുംബൈ ഇന്ത്യൻസ് സ്വന്തമാക്കിയത്. റണ്ണെടുക്കാൻ മറന്ന മുംബൈയെ 5 പന്തുകൾ ബാക്കി നിർത്തിയാണ് ചെന്നൈ 4 വിക്കറ്റിന് ജയം പിടിച്ചത്. താരതമ്യേന കുറഞ്ഞ വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റേന്തിയ ചെന്നൈ സൂപ്പർ കിങ്സിന് രജിൻ രവീന്ദ്രയുടെയും ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദിന്റെയും ഇന്നിംഗ്സ് ആണ് നിർണായകമായത്. അനായാസ ജയത്തിലേക്ക് നീങ്ങവേ രോഹിത് ശർമ്മയ്ക്ക് പകരം ഇമ്പാക്ട് സബ്ബായാണ് വിഘ്നേഷ് പുത്തൂർ ഇറങ്ങിയത്. പ്രധാന താരങ്ങളെ പുറത്താക്കി മത്സരം ആവേശത്തിലായെങ്കിലും ചെന്നൈ ജയിച്ചു കയറുകയായിരുന്നു. KFL ന്യൂസ് ഡെസ്കിൽ നിന്നും അഞ്ജു നാരായണൻ.